എന്നാലും ഈ കഴിഞ്ഞൊരു 5 വർഷക്കാലത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നുണ്ട്. ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ കണ്ട ആ റിപ്പോർട്ടിനെ കൂടാതെ ചെറിയ സംഭവങ്ങളൊക്കെ ഒട്ടനേകം ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, അതിൽ എന്തൊക്കെ നടപടി ഉണ്ടായിട്ടുണ്ട് എന്നുകൂടി നമുക്ക് നോക്കാം. കഴിഞ്ഞ 5 വർഷത്തിനിടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രഖ്യാപിച്ചത് നിരവധി അന്വേഷണങ്ങളാണ്. പ്രഖ്യാപിച്ച അന്വേഷണങ്ങൾ എന്തൊക്കെയാണ്, അതിലെന്തിലൊക്കെ നടപടിയായി കാണാം. ന്യൂസ് ഡെസ്കിൽ നിന്ന് വിനയ് ഉണ്ണി തയ്യാറാക്കിയ ഒരു സ്പെഷ്യൽ റിപ്പോർട്ട്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്ന പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെയാണ് ഹർഷിനിയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയത്. അന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. 2017 കുടുങ്ങിയ കത്രിക രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് 2022 പുറത്തെടുത്തു. ആരോഗ്യമന്ത്രി വീണ ജോർജ് അന്വേഷണം പ്രഖ്യാപിച്ചു. കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്തില്ല. ഡോക്ടേഴ്സിനെതിരായ കേസിന് ഹൈക്കോടതി സ്റ്റേയും വന്നു. ശസ്ത്രക്രിയയ്ക്കിടെ കാട്ടാക്കട സ്വദേശി സുമയ്യയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയ സംഭവത്തിൽ അടിയന്തര ചികിത്സാ പിഴവായി കണക്കാക്കിയായിരുന്നു ആരോഗ്യവകുപ്പിന്റെ അന്വേഷണം. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ രാജീവ് കുമാറിനെതിരെ പോലീസ് കേസെടുത്തു. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് 9 വയസ്സുകാരിയുടെ കൈമുറിച്ചു മാറ്റിയ സംഭവത്തിൽ 2 ജൂനിയർ ഡോക്ടർമാരെ ആരോഗ്യവകുപ്പ് സസ്പെൻഡ് ചെയ്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കുട്ടിയുടെ വിരലിന് പകരം നാവിൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തു. പോലീസ് കേസെടുത്തു. പീഡിയാട്രിക് സർജറി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബിജോൺ ജോൺസണെയാണ് സസ്പെൻഡ് ചെയ്തത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉന്നയിച്ച ആരോപണങ്ങൾ ആരോഗ്യമേഖലയെ പിടിച്ചുലച്ചിരുന്നു. അന്വേഷണത്തിന് 4 അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. വിദഗ്ധ സമിതി പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. പക്ഷേ കാര്യങ്ങളിൽ കാര്യമായ മാറ്റമൊന്നും ഉണ്ടായില്ല. വിനയ് ഉണ്ണി, ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.